ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആത്മീയ ശുശ്രൂഷകളെയും നമ്മൾ തികച്ചും ഭൗതികമായ ലക്ഷ്യത്തിന് വേണ്ടി ആക്കി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സാത്താൻ നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്ന വലിയൊരു അപകടം. അതായത് എല്ലാ ആത്മീയ കാര്യങ്ങളെയും നമ്മൾ കൊണ്ടുചെന്ന് എത്തിച്ചത് ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അതായത് പള്ളിയിൽ വരുന്നത് എന്തിന്, പ്രാർത്ഥിക്കുന്നത് എന്തിന്, വചനം കേൾക്കുന്നത് എന്തിന്, വചനം വായിക്കുന്നത് എന്തിന്, നൊവേന ചൊല്ലുന്നത് എന്തിന്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എന്തിന്, കൊന്ത ചൊല്ലുന്ന എന്തിന്, പ്രാർത്ഥിക്കുന്ന എന്തിന്, എല്ലാം എന്തിന്, ഏതോ ഒരു ഭൗതിക കാര്യത്തിന് വേണ്ടി. അതായത് എല്ലാ ആത്മീയ കാര്യങ്ങളെയും സാത്താൻ ഇങ്ങനെ നീക്കി ഇങ്ങനെ എഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു വഴുക്കുന്ന വരമ്പിൽ കൊണ്ടുപോയി നിർത്തി. ആ വഴുക്കുന്ന വരമ്പെന്ന് പറഞ്ഞാൽ ഈ ഭൗതികത, അമിത ഭൗതികത. അപ്പൊ അതിനുവേണ്ടിയാണ് എല്ലാ പ്രാർത്ഥനകളും. അതിനപ്പുറത്തേക്ക് ഈ കണ്ണുയർത്തി നോക്കാൻ പറ്റാത്ത ഒരു തിമിരം, ഒരു അന്ധത, ഒരു വൈകല്യം, ഒരു ഹാൻഡിക്യാപ്പ്, ഇത് നമ്മളെ വേട്ടയാടുകയാണ്. അതായത് നമ്മൾ എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തെയും, അതായത് ഇപ്പോ ഇന്ന് നിങ്ങൾ വരുന്നു, നോമ്പെടുക്കുന്നു. എന്തിനു നോമ്പെടുക്കുന്നു? നോമ്പെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ ഒരു ഭൗതിക കാര്യം ഉണ്ടാവും. എന്തിനു പ്രാർത്ഥിക്കുന്നു? പറയാൻ ഒരു ഭൗതിക കാര്യം ഉണ്ടാവും. എന്തിനു ദൈവത്തെ തേടുന്നു? പറയാൻ ഒരു ഭൗതിക, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, ഒരു മജോറിറ്റി, ഒരു മൃഗീയ ഭൂരിപക്ഷത്തിന്റെയും പ്രശ്നം ഇപ്പൊ ഇതാണ്. എല്ലാ കാര്യങ്ങളെയും നമ്മളിങ്ങനെ എഡ്ജ് ചെയ്ത് കൊണ്ടുവന്ന് ഒരു ഭൗതികതയിൽ കൊണ്ടുവന്ന് വെച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആത്മീയ കാര്യങ്ങൾ കേൾക്കാനാവാത്ത വിധം ജനത്തിന്റെ ഹൃദയം ഏതാണ്ട് മിക്കവാറും തന്നെ അടഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. നരകത്തെക്കുറിച്ച് സംസാരിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് സംസാരിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന ആത്മീയ അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. മാലാഖമാരെ കുറിച്ച് സംസാരിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. മറിയം നിത്യകന്യകയാണെന്ന് പ്രസംഗിക്കൂ, മനുഷ്യർ ഉറങ്ങാൻ തുടങ്ങും. എന്നാൽ മറിയത്തിലൂടെ ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കൂ, മനുഷ്യൻ ഓടിക്കൂടും. ആത്മീയ കാര്യങ്ങൾ കാണാൻ പറ്റാത്ത വിധം സാത്താൻ നമ്മുടെ ഹൃദയത്തെ അടച്ചു കളഞ്ഞു.